നമസ്കാരം. ഞാൻ പ്രസീദ് മണലുവട്ടം, നിയമസഹായ വേദി സംസ്ഥാന ചെയർമാൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ രജിസ്റ്റർ ചെയ്ത് സാധാരണ പാവപ്പെട്ട പിന്നോക്കാതി വിഭാഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി രജിസ്റ്റർ ചെയ്ത ഒരു സംഘടനയാണ് SNDP. ഇന്ന് ഈഴവരുടെ സംഘടന എന്ന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തെ വെച്ച് നടത്തുന്ന മോശമായ പ്രവൃത്തികൾ, പണപ്പിരിവടക്കം, അതുപോലെ ഗവൺമെന്റുകളെ വിലപേശി സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതല്ലാതെ ഈഴവരായിട്ടുള്ള പാവപ്പെട്ട വിവാഹപ്രായം എത്തിയിട്ട് വിവാഹം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത ഒട്ടനവധി കുടുംബങ്ങളിലെ പാവപ്പെട്ട സഹോദരിമാരുണ്ട്. ഒരാളെ വിവാഹം കഴിച്ച് അയക്കുന്നതിനോ വിദ്യാഭ്യാസം ചെയ്യാൻ നിവൃത്തിയില്ലാതെ നിരവധിയായിട്ടുള്ള ശ്രീനാരായണീയ കുടുംബങ്ങളിൽപ്പെട്ട ചെറുപ്പക്കാരായിട്ടുള്ള പയ്യന്മാരുണ്ട്. അവരെ ഒന്നും സഹായിക്കാതെ ഇവരെല്ലാം കാണിച്ചുകൊണ്ട് ഇലക്ഷൻ ആകുമ്പോൾ വിൽപ്പന നടത്തുന്ന ഒരു അവസ്ഥയാണ്. നേരെ മറിച്ച് NSS ആണെങ്കിലും സുകുമാരൻ നായർ ചെയ്യുന്ന ഇതേ അവസ്ഥ തന്നെയാണ്. സാധാരണ NSS എന്ന് പറഞ്ഞ് വർഗീയത ഇളക്കിവിട്ട് ഗവൺമെന്റിനെയും രാഷ്ട്രീയ വമ്പന്മാരെയും പ്രീതിപ്പെടുത്തി ഗവൺമെന്റിൽ നിന്നും മറ്റു സാമ്പത്തികവും പാരിതോഷങ്ങളും തട്ടിയെടുക്കുന്ന ഒരു അവസ്ഥ. അതുപോലെ മറ്റു സമുദായ സംഘടനകളും രാഷ്ട്രീയത്തിൽ ഇടപെടുകയും രാഷ്ട്രീയക്കാരെ പ്രീതിപ്പെടുത്തി സമ്പാദ്യങ്ങൾ ഉണ്ടാക്കുന്നതല്ലാതെ ഇത്തരം വിഭാഗങ്ങളിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ നിവൃത്തിയില്ലാത്ത, വിവാഹം നടത്താൻ നിവൃത്തിയില്ലാത്ത ആൾക്കാരെ ഒന്ന് സഹായിക്കുകയോ ചാരിറ്റി പ്രവർത്തനത്തിൽ ഏർപ്പെടുകയോ ചെയ്യാതെ ഗവൺമെന്റുകളെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുക്കുന്നതിനും അവരുടെ സ്വന്തക്കാർക്കും ബന്ധക്കാർക്കും നിയമനങ്ങൾ അടക്കം നടത്തുന്നതിനാണ് ഇന്ന് ജാതി സംഘടനകൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. നിയമസഹായ വേദിക്ക് പറയുവാൻ ഒന്നേ ഉള്ളൂ, ജാതി സംഘടനകളെ രാഷ്ട്രീയത്തിൽ ഇടപെടുത്താതെ ഏതു സമുദായവും ആകട്ടെ കഴിവുള്ള ആൾക്കാരെ രാഷ്ട്രീയത്തിൽ മുഖ്യധാരയിൽ കൊണ്ടുവരികയും ഈ ജാതി സംഘടനകൾ പറയുന്ന ആൾക്കാരെ ബോർഡിലും കോർപ്പറേഷനിലും MLAയും MP യും ഒക്കെ ആക്കുന്ന ആ പ്രവണത അവസാനിപ്പിച്ചുകൊണ്ട് ഏത് സമുദായവും ആകട്ടെ കഴിവുള്ള ആൾക്കാരെ മുഖ്യധാരയിൽ കൊണ്ടുവന്ന് രാഷ്ട്രീയത്തിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ട് സാധാരണക്കാർക്ക് പ്രയോജനം ചെയ്യുന്ന ഈ രാജ്യത്ത് ഒട്ടനവധി പാവപ്പെട്ട കുട്ടികൾ വിവാഹപ്രായം എത്തിയിട്ട് വിവാഹം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത കുടുംബങ്ങളിലെ സഹോദരിമാരുണ്ട്. അവരെ സഹായിക്കണം. അതുപോലെ തന്നെ ഒട്ടനവധി വിദ്യാഭ്യാസം ചെയ്യാൻ നിവൃത്തിയില്ലാത്ത കുടുംബങ്ങളിലെ കുട്ടികളുണ്ട്. അവരെയൊക്കെ സഹായിക്കണം. അതുപോലെ വീടും വസ്തുവുമില്ലാത്ത ഒട്ടനവധി ആൾക്കാരുണ്ട്. ഇവരെല്ലാം സഹായിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് തയ്യാറാകുന്നതിന് പകരം ഇത്തരത്തിലുള്ള ജാതി സംഘടനകളുടെ നേതാക്കന്മാരുടെ പുറകെ പോയി അവരെ വിലപേശി വിലയുറപ്പിച്ച് അവർക്ക് സമ്പത്തുണ്ടാക്കി കൊടുക്കുന്ന അല്ലാതെ സാധാരണക്കാരെ സഹായിക്കുവാൻ സാധാരണ സമുദായ അംഗങ്ങളെന്ന് പറഞ്ഞ്, സമുദായ നേതാക്കന്മാരെന്ന് പറഞ്ഞ്, സമുദായ പ്രമാണിമാർ ചമഞ്ഞ് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നും അവരുടെ ബന്ധുക്കൾക്ക് തൊഴിലായാലും അതുപോലെ സാമ്പത്തികം തട്ടിയെടുക്കുന്നതായാലും സ്വയാശ്രയ സ്കൂളുകളൊക്കെ തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിവിധ സാമുദായിക സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സ്വയാശ്രയ മതസംഘടനകളുടെ സ്കൂളുകൾ ഗവൺമെന്റ് കൊടുക്കുകയാണ്. ഈ സ്കൂളുകൾ വഴി എത്ര ആൾക്കാർക്ക് തൊഴിൽ കിട്ടുന്നു എന്ന് പരിശോധിക്കണം. ഈ സ്വകാര്യ സ്കൂളുകളിലെല്ലാം ലക്ഷക്കണക്കിന് രൂപ കോഴ വാങ്ങിയാണ് ജാതി സംഘടനകളുടെ സ്കൂളുകളിൽ നിയമനം നടത്തുന്നത്. അവരെന്താ ചെയ്യുന്നത്? പാവപ്പെട്ട SNDPക്കാരായാലും NSSകാരായാലും മറ്റ് സാമുദായിക സംഘടനകളുടെ നേതാക്കന്മാരായാലും പാവപ്പെട്ടവർക്ക് തൊഴിൽ കിട്ടും, വീട് കിട്ടും, വിവാഹം കഴിക്കാൻ നിവൃത്തിയില്ലാത്തവരെ സഹായിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗവൺമെന്റുകളിൽ നിന്നും ധനസഹായം വാങ്ങുന്നത്. അതുപോലെ തന്നെ പിന്നോക്ക സമുദായ ക്ഷേമ ബോർഡുണ്ട്, മുന്നോക്ക സമുദായ ക്ഷേമ ബോർഡുണ്ട്. ഇതിൽ എത്ര പേരെ പാവപ്പെട്ടവരെ സഹായിക്കുന്നുണ്ട്? ഇവിടെ എല്ലാം വെള്ളാപ്പള്ളിക്ക് ചെയ്യുന്ന എന്താ? പിന്നോക്ക സമുദായത്തിൽ 4% ലോൺ എടുത്തിട്ട് വലിയ പലിശയ്ക്ക് മൈക്രോ ഫിനാൻസ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നൊരു അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനും നിങ്ങളൊക്കെ കണ്ടതാ. വലിയ തോതിൽ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് നടത്തിയതുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശന്റെ പേരിൽ കേസുണ്ട്. അതുപോലെ സുകുമാരൻ നായരും ചെയ്യുന്ന എന്താ? അവരുടെ സ്വന്തക്കാരെയും ബന്ധക്കാരെയും നിയമനങ്ങളിൽ ഗവൺമെന്റിന്റെ സ്വാധീനം ഉപയോഗിച്ച് ഞാൻ NSS ആണ്, ഞാൻ നായരാണ് എന്ന് പറഞ്ഞ് വർഗീയതയുണ്ടാക്കി ഗവൺമെന്റിനെ തകർക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അവരിൽ നിന്നും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ്
NSSും SNDPയും മറ്റു സമുദായ സംഘടനകളും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് പരിശോധിക്കണം, രാഷ്ട്രീയ പാർട്ടികൾ പരിശോധിക്കണം. NSSന്റെയും SNDPയുടെയും മറ്റു സമുദായ സംഘടനകളുടെയും ചട്ടുകമാകാതെ കഴിവുള്ളവരെ നിയമനങ്ങൾ കൊടുക്കുക, കഴിവുള്ളവരെ സഹായിക്കുക, കഴിവുള്ളവർക്ക് വീട് കൊടുക്കുക, കഴിവുള്ളവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുത്തുകൊണ്ട് രാഷ്ട്രീയത്തിൽ കഴിവുള്ളവരെ വളർത്തിക്കൊണ്ട് സാധാരണക്കാർക്ക് പ്രയോജനം ചെയ്യുന്ന ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുന്നതിന് രാഷ്ട്രീയ നേതൃത്വങ്ങൾ ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് നിയമസഹായ വേദിക്ക് പറയുവാനുള്ളത്. അത്തരം അവസ്ഥകൾ തുടർന്നാൽ നിയമസഹായ വേദിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി സംസ്ഥാനത്തുടനീളം മുന്നോട്ട് പോകുമെന്ന് ഗവൺമെന്റിനെയും രാഷ്ട്രീയക്കാരെയും നിയമസഹായ വേദി ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു.